ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ചാരി അമ്മി. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എക്കോ ഗാർഡൻസ് റിസോർട്ടാണ് കാണിച്ചിരുന്നത്. അവിടെയായിരുന്നു കേട്ടോ ഞങ്ങൾ നിന്നത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പോകുന്നത് വരിക്കാശ്ശേരി മന കാണാൻ വേണ്ടിയിട്ടാണ്. കേരളത്തിൻ്റെ പഴമയും പ്രൗഢിയും ഇന്നും ശ്വാസമെടുക്കുന്ന ഒരു മന, അതാണ് വരിക്കാശ്ശേരി മന. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി മന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ നാലുകെട്ട് മനകളിൽ ഒന്നാണ്. നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഈ മന പഴയ കേരളീയ വാസ്തുശില്പത്തിൻ്റെ അത്ഭുത മാതൃകയായി ഇന്നും നിലകൊള്ളുന്നു. വലിയ നടുമുറ്റം, തേക്കിൻ തടി തൂണുകൾ, ചെരിഞ്ഞ മേൽക്കൂര, നീണ്ട നടപ്പുരകൾ, ഓരോ കോണിലും പഴയ കേരളത്തിൻ്റെ കഥകൾ ഒളിഞ്ഞിരിക്കുന്നു. ഒരു കാലത്ത് നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിൻ്റെ കേന്ദ്രമായിരുന്നു ഇത്തരം മനകൾ. പക്ഷേ വരിക്കാശ്ശേരി മനയെ ലോകം കൂടുതൽ അറിയാൻ കാരണമായത് മലയാള സിനിമകളിലൂടെയാണ്. പ്രത്യേകിച്ച് ദേവാസുരം എന്ന ചിത്രത്തിലെ മോഹൻലാലിൻ്റെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ വീടായി ഈ മന പ്രത്യക്ഷപ്പെട്ടതോടെ ഈ സ്ഥലം മലയാളികളുടെ മനസ്സിൽ സ്ഥിരം ഇടമായി നേടി. അതിനുശേഷം നിരവധി സിനിമകളും സീരിയലുകളും ഇവിടെ ചിത്രീകരിക്കപ്പെട്ടു. പഴമ നിറഞ്ഞ അന്തരീക്ഷവും ഗ്രാമീണ സൗന്ദര്യവും ചേർന്ന ഈ മന ഇന്നും സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ട ലൊക്കേഷനാണ്. ഇന്ന് വരിക്കാശ്ശേരി മന ഒരു വിനോദസഞ്ചാര കേന്ദ്രവും കൂടിയാണ്. കേരളത്തിൻ്റെ പൈതൃകവും സംസ്കാരവും നേരിൽ അനുഭവിക്കാൻ ആളുകൾ ഇവിടെ എത്തുന്നു. കാലം മാറിയാലും പഴമയുടെ മഹത്വം ഇന്നും അതേപോലെ നിലനിൽക്കുന്ന ഒരിടം വരിക്കാശ്ശേരി മന. എൻ്റെ അച്ഛൻ്റെ തറവാടുള്ളത് ഒറ്റപ്പാലത്താണ്. പക്ഷേ ഇത്രയും കാലമായിട്ട് ഒരു തവണ പോലും എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ് എനിക്ക് ആ സമയം വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡുമാണ് ഈ മന കാണാൻ വേണ്ടിയിട്ട്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള മനിശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പരമ്പരാഗത മനകളിൽ ഒന്നാണ് വരിക്കാശ്ശേരി മന അഥവാ വരിക്കുമഞ്ചേരി മന. വള്ളുവനാട് മേഖലയിലെ ഒരു പുരാതന നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ടതാണ് ഈ മന. 1000 വർഷത്തിലേറെ പഴക്കമുള്ള കുടുംബചരിത്രം ഈ മനയ്ക്ക് പറയാനുണ്ട്. 1902 വരിക്കാശ്ശേരി രവി നമ്പൂതിരിപ്പാട് പ്രാദേശികമായി ലഭ്യമായ ചുവന്ന കല്ലുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ ഘടന. പരമ്പരാഗത കേരള വാസ്തുവിദ്യയും പാശ്ചാത്യ ശൈലിയിലുള്ള സ്വാധീനങ്ങളും സംയോജിപ്പിച്ച് കൃഷ്ണൻ നമ്പുരാൻ അഥവാ ശില്പി തമ്പുരാനാണ് ഈ മാളിക രൂപകൽപ്പന ചെയ്തത്. ഏകദേശം 4 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച ഒരു വലിയ 3 നില 4 കെട്ടാണ് ഈ മന. ഇതിൽ ഉൾപ്പെടുന്നവ ഇത്രയുമാണ്: 74 മുറികൾ, വലിയ നടുമുറ്റം, 2 പത്തായപ്പുരകൾ, കുടുംബക്കുളവും കുളിമുറിയും, ശിവൻ, കൃഷ്ണൻ, അയ്യപ്പൻ എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ, പരമ്പരാഗത മരക്കൊത്തുപണികളും നീണ്ട വരാന്തകളും. ചരിത്രപരമായി കേരളത്തിലെ അഷ്ടഗൃഹങ്ങളിൽ അഥവാ 8 എലൈറ്റ് നമ്പൂതിരി കുടുംബങ്ങൾ വരിക്കാശ്ശേരി കുടുംബവും ഒരു പ്രധാന സ്ഥാനം വഹിച്ചിരുന്നു. സാമൂതിരി കാലഘട്ടമായും ഫ്യൂഡൽ കേരളമായും ബന്ധപ്പെട്ട കഥകൾ പലപ്പോഴും ഈ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വരിക്കാശ്ശേരി മനയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശം വരിക്കാശ്ശേരി നമ്പൂതിരി കുടുംബത്തിൻ്റേതാണ്. പൊതുവായി അറിയപ്പെടുന്ന പേര് വരിക്കാശ്ശേരി കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്നാണ്. കുടുംബത്തിലെ 25 യഥാർത്ഥ അവകാശികളിൽ 10 പേരെയും ശേഷിക്കുന്ന കുടുംബാംഗങ്ങളിൽ നിന്ന് അവകാശങ്ങൾ വാങ്ങിയ നിക്ഷേപകരെയും പ്രതിനിധീകരിക്കുന്ന ഒരു ട്രസ്റ്റാണ് ഇപ്പോൾ ഈ മന പരിപാലിക്കുന്നത്. അങ്ങനെ നമ്മൾ വരിക്കാശ്ശേരി മനയുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം എന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ തിരിച്ചു പോണ വഴിക്കാണ് ഈ കവളപ്പാറ കൊട്ടാരം അഥവാ മന കണ്ടത്. ഏകദേശം 900 വർഷങ്ങൾക്ക് മുമ്പ് മൂപ്പിൽ നായർ കുടുംബമാണ് ഈ കൊട്ടാരവും ഇവിടെയും ഭരിച്ചിരുന്നത്. AD 1090 മുതൽ 1102 വരെ ഭരിച്ച അവസാന പെരുമാൾ രാമവർമ്മ കുലശേഖര പെരുമാളിൻ്റെ കാലത്താണ് കവളപ്പാറ സ്വരൂപം ഉത്ഭവിച്ചത്. മധ്യകാലഘട്ടത്തിൽ മധ്യ കേരളത്തിലെ ഏറ്റവും സമ്പന്നവും കുലീനവുമായ കുടുംബങ്ങളിൽ ഒന്നായിരുന്നു കവളപ്പാറ നായർ. പക്ഷേ ഇന്ന് ഈ ഒരു കൊട്ടാരം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിൽ ഭയങ്കര സങ്കടമാണ്. ആരും നോക്കാതെ അങ്ങനെ അത് ഇടിഞ്ഞു പോകേണ്ട ഒരു കാഴ്ച കാണുമ്പോൾ വല്ലാത്തൊരു വേദനയാണ്. അപ്പോൾ ഇതൊക്കെ ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്തിട്ട് എല്ലാവരും ഒന്ന് എന്താ പറയുക, അതിനെ വീണ്ടെടുക്കണം എന്ന് ഒരപേക്ഷ കൂടിയുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.